എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അക്ഷയ. ബാലസംഘം മലപ്പട്ടം വില്ലേജിലെ കൂട്ടുകാരിയാണ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തമിഴ് സാഹിത്യകാരനായ ജയമോഹൻ എഴുതിയ 100 സിംഹാസനങ്ങൾ എന്ന നോവലാണ്. നായാടി വിഭാഗത്തിൽ ജനിച്ച ധർമ്മപാലൻ എന്ന വ്യക്തി IAS ഓഫീസറായിട്ടും അദ്ദേഹം തൻ്റെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അനുഭവിക്കുന്ന യാതനകളും പരിഹാസങ്ങളുമാണ് ഈ നോവലിലെ മുഖ്യ പ്രമേയം. അദ്ദേഹത്തിൻ്റെ അമ്മ ആശുപത്രിയിലാവുകയും അവിടേക്ക് അദ്ദേഹം അമ്മയെ കാണാനായി പോവുകയും ചെയ്യുന്നതിലൂടെയാണ് നോവൽ ആരംഭിക്കുന്നത്. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നത് പലരും വിലക്കുകയും പലരും പരിഹാസത്തോടെ കാണുകയും ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ ഭിക്ഷക്കാർ മാത്രം ചികിത്സ തേടി പോകുന്ന ഒരു താഴെത്തട്ടിലുള്ള ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. അവിടെ നിന്ന് അദ്ദേഹം കണ്ട ഡോക്ടറോട് ഈ ആശുപത്രിയുടെ അവസ്ഥ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു SC കാറ്റഗറിയിൽ നിന്നും പഠിച്ച ഡോക്ടറായ വ്യക്തിയാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരു ഡോക്ടറുടേതായ വിലയോ ഇരിക്കാനൊരു കസേരയോ ഇതുവരെ ഒരു പ്രമോഷനോ ആരും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തോട്ടി ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ധർമ്മപാലൻ അത് കേട്ട് പറയുന്നത് താൻ IASലെ തോട്ടിയാണ് എന്നാണ്. അമ്മയെ അദ്ദേഹം പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ നിന്ന് അദ്ദേഹം തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നു. നായാടി വിഭാഗത്തിൽ ജനിച്ച് 7 വയസ്സുവരെ തെരുവിൽ അലഞ്ഞു നടക്കുകയും പുഴുക്കളെയും എലികളെയും ചത്ത ജീവികളെയും ഒക്കെ തിന്നും വളർന്ന അദ്ദേഹം 7-ാം വയസ്സിൽ പ്രജാനന്ദന്റെ ആശ്രമത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് വിദ്യാഭ്യാസവും ഭക്ഷണവും ലഭിക്കുകയും വളർന്ന് IAS ഓഫീസറാവുകയും ചെയ്തു. അതിനിടയിൽ ഹോസ്റ്റൽ ജീവിതത്തിൽ അദ്ദേഹം വളരെയധികം യാതനകൾ അനുഭവിക്കുന്നുണ്ട്. നായാടി ആയതിൻ്റെ പേരിൽ ആരും അദ്ദേഹത്തിൻ്റെ കൂടെ ഹോസ്റ്റൽ മുറി പങ്കിടാൻ തയ്യാറായിരുന്നില്ല. വിശപ്പും ഒരു കഥാപാത്രമായി മാറുകയായിരുന്നു അവിടെ. നട്ടെല്ല് വളഞ്ഞ് ജീവിക്കാൻ സമ്മതിച്ചോട്ടെ എന്ന് അപേക്ഷിക്കുന്ന ഒരു കറുത്ത എലിയാണ് ഞാൻ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നു. IASനുള്ള ഇന്റർവ്യൂവിൽ പോലും അദ്ദേഹം ജാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പറയാത്ത നീ വെറും നായാടിയാണ് എന്ന് ഇന്റർവ്യൂ ബോർഡിലുള്ള വ്യക്തി അദ്ദേഹത്തോട് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ഭാഗത്ത് ന്യായവും മറ്റൊരു ഭാഗത്ത് നായാടിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്നതാണ്. ന്യായം എന്നത് നിയമവും സമ്പ്രദായവും മാത്രമല്ല, ന്യായം എന്നാൽ അതിൻ്റെ കാതലായ ധർമ്മമാണ്. ധർമ്മത്തിൽ ഏറ്റവും വലുത് സമത്വമാണ്. അക്കാര്യത്തിൽ നായാടികൾ എന്നെ അനീതി അനുഭവിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ താൻ നായാടിയുടെ ഭാഗത്ത് തന്നെ നിൽക്കുമെന്ന് അദ്ദേഹം ശക്തമായി മറുപടി കൊടുക്കുന്നു. അദ്ദേഹത്തിന് IASൽ സെലക്ഷൻ ലഭിക്കുകയും ആദ്യം തന്നെ മധുരയിൽ പോസ്റ്റിംഗ് ലഭിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹം സുധ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർക്ക് ഒരു മകനുണ്ടായി. ആ സമയത്ത് അദ്ദേഹം തൻ്റെ അമ്മയെ തിരക്കുകയും അവസാനം അമ്മയെ കണ്ടെത്തി അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും എല്ലാം ചെയ്യുന്നു. എന്നാൽ തൻ്റെ അമ്മ തന്നെ തിരിച്ചറിയുന്നില്ല. ആ സമയത്ത് ധർമ്മപാലൻ തൻ്റെ മുഖത്തുള്ള മുറിവ് അമ്മയെ കാണിച്ചു കൊടുക്കുന്നു. ഒരു നായാടി മറ്റൊരു നായാടിയെ തിരിച്ചറിയുന്നത് മുറിവുകളിലൂടെയാണെന്ന് അദ്ദേഹം അവിടെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ